തിരുവേണി എഴുതിയിട്ട് ദീപാകുരൻ മ്യൂസിക് ചെയ്ത് നമ്മുടെ അനൂപ് ശങ്കർജി പാടിയിട്ടുള്ള ഒരു ഗാനത്തിനാണ്. അതാണ് ആക്ച്വലി മെന്റ്. ആ ഗാനത്തിന്റെ നൃത്ത ചുവടുകൾ 12,000 നർത്തകർ ഒന്നിച്ച് ഒരേ സമയം ഒരു 8.5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഗാനത്തിന്റെ നൃത്താവിഷ്കരണമാണ് മൃദംഗനാദം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ്. ഇതിപ്പോ നമ്മള് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഒരേ സമയത്ത് ഇത്രയേറെ നർത്തകർ ഒരേ കലാരൂപമായ ഭരതനാട്യം അവതരിപ്പിക്കുന്നു, ഒരേ കോറിയോഗ്രാഫി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതൊരു സന്തോഷം. കേരളത്തിൽ നടക്കുന്നുവെങ്കിലും ഗ്ലോബലി ആളുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് നമുക്കുണ്ട്. അമേരിക്കയിൽ നിന്നാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുരുവിൽ നിന്നുമുള്ള അറിവ് എന്നുള്ള ആ ഒരു ട്രഡീഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഗുരുക്കന്മാർ വഴി മാത്രമാണ് ഇതിലേക്ക് ഒരു കലാകാരനോ കലാകാരിക്കോ എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ. ഒരു വെബ്സൈറ്റിൽ പോയി അവർക്ക് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ സാധ്യമല്ല. അവർക്ക് അതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്. അത് അവർ വഴി അവരുടെ കീഴിൽ നിന്നും ഈ കോറിയോഗ്രാഫി അഭ്യസിച്ച് അവരുടെ മേൽനോട്ടത്തിൽ ഈ കോറിയോഗ്രാഫി പഠിച്ച് അവിടെ വന്ന് ഈ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ നർത്തകരുടെയും റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ഡീറ്റെയിൽസ്. നമ്മളുടെ രജിസ്ട്രേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്, എങ്കിലും കുറച്ചും കൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചത്ര തന്നെ രജിസ്ട്രേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നർത്തകരെ മൃദംഗനാദത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.